പിന്നെ വല്ലപ്പോഴൊക്കെ കുഞ്ഞ് അടി കൊടുത്തല്ലേ കുഞ്ഞുങ്ങൾ പഠിക്കത്തുള്ളൂ. ടീച്ചേഴ്സിന് മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മുടെ പേരൻസിന് നല്ലൊരു പങ്ക്. ചില പിള്ളേരാണെങ്കിൽ ടീച്ചർമാർ ചൂരലെടുത്താലും പഠിക്കത്തില്ല. ഇപ്പം വീട്ടിൽ തള്ളമാർക്ക് അടിക്കാൻ പാടില്ല, തന്തമാർക്ക് അടിക്കാൻ പാടില്ല, അപ്പം ടീച്ചർമാർക്ക് അടിക്കാം. അതെന്തായാലും നിയമം അത്. അധ്യാപകർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി കൊച്ചുങ്ങൾ തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തും. ഞാൻ നല്ലൊരു കമ്പ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവാരത്തെ കമ്പെടുത്തേ പറ്റൂ. ചൂരൽ കഷായം ഒന്നും വേണ്ട, ഇനി അതൊക്കെ നിർത്തലാക്കുക. നമ്മുടെ ശാസിക്കേണ്ട സമയത്ത് ശാസിച്ച് വളർത്താൽ പിള്ളേർ മുന്നോട്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഇപ്പം എല്ലാം യോയാ, പക്ഷെ ആ യുഗമാണ്. എൻ്റെ അഭിപ്രായം അത് നല്ലത് തന്നെയാണ്. അതുണ്ടായിരുന്നപ്പോൾ പിള്ളേർക്ക് ഒരു പേടിയും ഒരു ഭയഭക്തി ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ആർക്കും ഒരു ഇതുമില്ല. സാറന്മാരാണെന്നോ വലിയ ആൾക്കാരെ മുതിർന്നവരെ ബഹുമാനിക്കണമെന്നോ പിടിക്കണമെന്നോ ഒന്നും പിള്ളേർക്ക് ഒരു ഇതില്ല. നല്ലതാണ്. ഒരു വടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ കുഞ്ഞിലെ പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ കുഞ്ഞ് അടി കൊടുത്തല്ലേ കുഞ്ഞുങ്ങൾ പഠിക്കത്തുള്ളൂ. അവർക്ക് ഭയം ഉണ്ടെങ്കിലല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, ആവശ്യമുള്ള കാര്യം. സൂര്യപ്രയോഗം നല്ലത് തന്നെയാണ്, പക്ഷെ അത് ദുർവിനിയോഗം ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ചൂരിലെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പിള്ളേരെ അടിച്ച് പേടിപ്പിക്കുക, അല്ലാതെ ഭയപ്പെടുത്തുക. ഈ പറയുന്ന പോലെ കുട്ടികളെ ഒന്ന് കാണിച്ച് പേടിപ്പിക്കുക, അല്ലാതെ അടിക്കാനുള്ളൊരു രീതിയിലായി കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ നാളെ ഒരു റീസൺ പറയും, അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയുള്ള. അന്നേരം പിന്നെ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ കാണ്ട് എന്നെ അടിക്കും. എനിക്ക് അത്രയുള്ള കാര്യം. പഠിക്കുന്നതിനല്ലേ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് നമ്മൾ. അപ്പോൾ ആ പിള്ളേർ പഠിക്കാത്തതുകൊണ്ടായിരിക്കും അധ്യാപകരെ അടിക്കുന്നത്. പറയുന്ന പഠിക്കാത്ത മക്കളെ ടീച്ചർമാർ അടിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ്. അതിൽ പൂർണ്ണ സമ്മതമാണ്. ശിക്ഷണം ആവശ്യമാണ്. അത് സ്കൂളുകളിൽ വടിയോ മാരകായുധങ്ങളോ അധ്യാപകർ ഉപയോഗിച്ച് കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളത് ഇതിനോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. കുട്ടികളെ എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ കുട്ടികളും കുഞ്ഞുനാൾ പോലെ മാധ്യമങ്ങൾ കണ്ടും ഒക്കെ ബോധവാന്മാരായിട്ടാണ് വളർന്നു വരുന്നത്. അവർക്കുള്ള അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് അധ്യാപകരായിട്ടുള്ളവരെ അവരെ പറഞ്ഞു മനസ്സിലാക്കും. ചില കുട്ടികളുടെ നല്ല ശീലത്തിന് വേണ്ടി ചൂരലെടുക്കുന്നത് നല്ലതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ. പിന്നെ ചൂരലെടുത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കണമെന്നൊന്നുമുള്ള കൺസെപ്റ്റിലോടുള്ള ആ വ്യക്തിയല്ല ഞാൻ. ടീച്ചേഴ്സിന് മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മുടെ പേരൻസിന് നല്ലൊരു പങ്ക്, കുട്ടികളുടെ സ്വഭാവത്തിന് നല്ലൊരു പങ്ക് നമ്മുടെ പേരൻസിനും വഹിക്കണം. 90% പങ്ക് നമ്മുടെ പേരൻസും കൂടെ ഹാൻഡിൽ ചെയ്തെങ്കിലേ പറ്റത്തുള്ളത്. പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അടിച്ചുമൊക്കെയാണ് ഇതായത്. പക്ഷെ അതേ കണക്കുള്ള കുറ്റങ്ങളും കാര്യങ്ങളും കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അടിയും കാര്യങ്ങളൊന്നും ഇല്ലാതാവുന്നുണ്ട്. പക്ഷെ അവർ വേറെ തരത്തിൽ ഒരുപാട് മോശമായ രീതിയിലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ രീതിയിൽ ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ചൂരലിൻ്റെ ഒരു അല്ലെങ്കിൽ അടി ശിക്ഷ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്ന ടീച്ചർമാരിൽ നിന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എന്താ എല്ലാം ഒരു ഇതിന് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചൂരൽ എന്നുള്ള കാര്യം വേണ്ടാന്ന് വെച്ചതല്ലേ നമ്മുടെ സ്കൂളുകളിൽ. അപ്പം അല്ലാതെ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കണം മക്കളെ. പക്ഷെ അല്ലാതെ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന്. കൗൺസിലിങ്ങും വേറെ കാര്യങ്ങളും വേറെ വഴികൾ കുറേ ഉണ്ടല്ലോ. ഇത് വേണ്ടാന്നാണ് അഭിപ്രായം. തീർച്ചയായിട്ടും കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി ചൂരലെടുക്കുന്നത് നല്ല കാര്യമാണ്. അത് വലിയ ഓവറായിട്ടല്ല, പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചൂരലെടുത്താലേ കുട്ടികൾ നല്ലതുപോലെ ഇതാവും. അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പം കയ്യിൽ നിൽക്കുന്നില്ല, അവർക്ക് പല ഇതായിട്ടങ്ങ് പോവുകയാണ്. ചൂരലിനെ പറ്റി പറയുകയാണെങ്കിൽ ചൂരൽ നല്ല കാര്യമാണ്. പിള്ളേരെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താറുള്ളത്. അതായത് പല കാര്യങ്ങളും പണ്ടും ആൾക്കാർ ചൂരലുകൊണ്ട് പിള്ളേരെ അടിച്ചെന്നും പറഞ്ഞ് പല പരാതികൾ ഒരുപാടുണ്ട്. അതുപോലെ അടിച്ച് പൊട്ടിച്ചിട്ടുള്ള അധ്യാപകരുണ്ട്. എന്നാൽ സ്നേഹത്തോടെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചൂരൽ കാട്ടി ഭയപ്പെടുത്തി പഠിപ്പിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ന്യൂജൻ പിള്ളേർക്ക് ഒന്നിനോടും ഒരു പേടിയില്ലാതെ വളരുന്ന കുട്ടികളാണ്. അവർക്ക് പേരൻസിനോട് റെസ്പെക്റ്റും ഇല്ല, അതുപോലെ ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതലും ആര് പറഞ്ഞാലും കേൾക്കാതെ ഓരോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ഹൈസ്കൂൾ തലത്തിൽ നമ്മളൊരു ചെറിയ പേടി, അതായത് ഒത്തിരി എന്ന് പറയുന്നില്ല, അവർക്കൊരു വടിയെടുത്ത് അവരെ അടിച്ച് തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ തിരുത്തി കൊണ്ടുപോകാൻ ഒരു ചൂരൽ കയ്യിലുണ്ടെങ്കിൽ ഒരു അത്യാവശ്യമാണ്. അത് ശിക്ഷിക്കണം. പിള്ളേർക്ക് അറിവ് ബോധം കൊടുക്കുന്ന ടീച്ചർമാരും അധ്യാപകരും നല്ല രീതിയിൽ അവരെ അവരെന്ന് പറഞ്ഞാൽ അധ്യാപകർ തന്നെ അമ്മയ്ക്ക് തുല്യമാണ് അധ്യാപകർ. കമ്പിലേക്ക് പിള്ളേരെ അനുസരിക്കത്തില്ലല്ലോ. അത് കണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ കൊച്ചുങ്ങൾ അത് വഷളാവുമെന്ന് വെച്ചാൽ അടിക്കുന്നത് എല്ലാ ടീച്ചർമാരും അങ്ങനല്ല. പക്ഷേ 100 എടുത്തു കഴിഞ്ഞാൽ 2 ടീച്ചർമാർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അതായിരിക്കും അടി.
ഇപ്പം എല്ലാം യോയാ. പക്ഷെ ആ യുഗമാണ് നല്ലത്. ഇപ്പോഴത്തെ മക്കൾക്ക് അറിയത്തില്ലല്ലോ. കുറച്ചാൾ കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഒരു ട്യൂഷൻ സാറാണ്. അപ്പം ഞാൻ നല്ലൊരു കമ്പ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവാരത്തെ കമ്പെടുത്തേ പറ്റൂ. കാരണം അടിച്ചു പഠിപ്പിച്ചാലേ പിള്ളേർ പഠിക്കും, അല്ലെങ്കിൽ പിള്ളേർ വഴിയേറ്റിപ്പോവും. അപ്പോൾ ഞാൻ നല്ലൊരു അടിച്ചു പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പം അതാ ഈ സമൂഹത്തിൽ അത്യാവശ്യം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കംപ്ലീറ്റ്, അതും സാർമാരെയും പേടിയില്ല, പേരൻസിനെയും പേടിയില്ല, നാട്ടുകാരെയും പേടിയില്ല. എന്തൊക്കെയാണ് കാണിക്കുന്ന, ബസ്സിൽ കയറിയാലും റോഡിലിറങ്ങിയാലും സ്റ്റാൻഡിൽ ചെന്നാലും കാണിക്കുന്ന കാഴ്ച നമ്മൾ ഞെട്ടിപ്പോവും. എനിക്ക് സ്ഥിരം ബസ് യാത്ര ചെയ്യും, പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. KSRTC കാണിക്കുന്ന കോലങ്ങളാണ്. ഇത് വേണം നല്ല രീതിയിൽ തീരുമാനമെടുത്ത് നല്ല പൊട്ടിപ്പ് കൊടുക്കണം. ഓക്കെ, വീട്ടിൽ ചൂരിന് മേടിച്ച് വെക്കുക, നല്ല കൊടുക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ ചൂല് കൊണ്ടുള്ള ഇത് യോജിക്കുന്നില്ല. കാരണം ടീച്ചർമാർ അനാവശ്യമായിട്ടും കുട്ടികളെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അവരിൽ ഭയങ്കര വിഷമമൊക്കെ കൊള്ളിക്കുന്നുണ്ട്. ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നാൽ കുട്ടികളും ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. ചൂരൽ കഷായം വേണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. വേണ്ട. എന്തായാലും കുട്ടികൾ ഇന്നത്തെ ജനറേഷനിൽ ചൂരലിൻ്റെ ആവശ്യമില്ല. ചൂരൽ നടപടിയൊക്കെ നിർത്തലാക്കിക്കൊണ്ട് കുട്ടികളെ നമ്മളെ രീതിയിൽ നമ്മുടെ മൈൻഡിൽ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വൃത്തി. ചൂരൽ കഷായം ഒന്നും വേണ്ട ഇനി, അതൊക്കെ നിർത്തലാക്കുക. ടീച്ചർമാരെല്ലാം കമ്പെടുക്കണം, അത് അത്യാവശ്യമാണ്. ടീച്ചർമാർ പിള്ളേരെ അടിക്കണം, പക്ഷേ നല്ലോണം അടിക്കണം. പിള്ളേരെപ്പോഴും ലൈനും എവിടെ ചെന്നാലും ലൈൻ തന്നെയാണ്. ബീച്ചിലും ബസ് സ്റ്റോപ്പിലും വണ്ടിയിലും എവിടെ ചെന്നാലും. ആവശ്യമില്ലാതൊക്കെ കുറേ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. തെറ്റിയതടിക്കുക. പിന്നെ കുറേ ട്യൂഷൻ സെൻ്ററിലൊക്കെ അനാവശ്യമായിട്ട് ചില പൊടി കുഞ്ഞുങ്ങളെ വരെ അവർ ദിവസേന അടിക്കുന്ന പറഞ്ഞ് കുഞ്ഞുങ്ങളൊന്ന് പരാതിയാണ് പറയുന്നത്. ദിവസേന ഇപ്പം വീട്ടിൽ തള്ളമാർക്ക് അടിക്കാൻ പാടില്ല, തന്തമാർക്ക് അടിക്കാൻ പാടില്ല, അപ്പോൾ ടീച്ചർമാർക്ക് അടിക്കാം. അതെന്തൊരു നിയമം അത്? അടിക്കുന്ന കുറ്റമില്ല. പക്ഷെ അവർ 10 കുറ്റം കാണുമ്പോൾ ഒരു കുറ്റത്തിന് ഒരു ടീച്ചറിന് ഒരു അടിക്കാം. ദിവസേന ഇങ്ങനെ അടിക്കുന്നു പറഞ്ഞിട്ട് വന്നുള്ള പരാതിയാണ്. ഞാനിതിനോട് 100% യോജിക്കുന്നുണ്ട്. അത് അധ്യാപകർ പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ചെയ്തിട്ടുള്ളത്. ഇന്നും ആ ചൂരിലുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പഠനത്തിൽ മുന്നോട്ടൊക്കെ പോകും. പിന്നെ കൊള്ളാം, കോടതി വിധി ഞാൻ മാനിക്കുന്നുണ്ട്. സ്കൂളുകളിൽ സതുദ്ദേശത്തോടു കൂടി ചൂരൽ ഉപയോഗിക്കാം അധ്യാപകർക്ക് എന്നുണ്ടെങ്കിൽ അന്നേരം അതിനെപ്പറ്റി ഒന്ന് ചേട്ടൻ്റെ ഒരു അഭിപ്രായം, ഫാമിലിയുടെ അഭിപ്രായം ഒന്ന് പറയുന്നു. ഇല്ല, അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചർമാരെ കാണുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും വരും. അതുപോലെ തന്നെ മറ്റൊരു ഇപ്പോൾ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അക്രമ സ്വഭാവങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ചൂരലെടുക്കാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ടീച്ചർമാരോടുള്ളൊരു എന്താ പറയുക പേടി മാറുകയും സ്കൂളുകളിൽ തന്നെ ടീച്ചർമാരെ ആക്രമിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർമാർ വടിയെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പേടി എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതാണ്. അപ്പോൾ വരുന്ന തലമുറയ്ക്കൊരു പ്രചോദനമായിട്ട് തന്നെ ഈ ഒരു സംഭവം നിൽക്കണം. കാരണം ശാസിക്കേണ്ട സമയത്ത് ശാസിച്ച് വളർത്താൽ പിള്ളേർ മുന്നോട്ട് റെഡിയായിട്ട് പോകത്തുള്ളൂ. നമ്മളൊക്കെ വളർന്നു വന്ന രീതി അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കണം. ഇപ്പോൾ കൂടുതലും ദുരുപയോഗമാണല്ലോ. പിള്ളേർക്ക് നന്നായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ ചില അധ്യാപകർ പെരുമാറുന്നുണ്ട്. അങ്ങനെ വേണ്ട. ഇപ്പോഴത്തെ പിള്ളേരെ അടിക്കാൻ വളർത്തണം, അല്ലാതെ ഒരു വടി കളഞ്ഞപ്പോഴാണ് ഈ പിള്ളേരെ നശിക്കാൻ തുടങ്ങി. അത് ഇന്നത്തെ കാലത്ത് ചൂരൽ പ്രയോഗമല്ല വേണ്ടുള്ള സ്നേഹവും ലാളനയും കൊണ്ട് വേണം പിള്ളേരെ കീഴ്പ്പെടുത്താൻ. ആ സ്നേഹവും ലാളനയും മക്കളെ എന്നും അനുസരിക്കുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യുമെന്നാണ് എൻ്റെ. ഇപ്പോൾ ചൂരലെടുക്കാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ടീച്ചർമാരോടുള്ളൊരു എന്താ പറയുക പേടി മാറുകയും സ്കൂളുകളിൽ തന്നെ ടീച്ചർമാരെ ആക്രമിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർമാർ വടിയെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചർമാരും കുട്ടികളും നല്ല സോഷ്യലായിട്ടൊന്നുമില്ല. പണ്ടത്തെ കാലത്തെ രീതിയിലല്ലല്ലോ. പണ്ട് അധ്യാപകർക്കെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ബഹുമാനവും പേടിയും ഭയമായിട്ട് നിന്നത്. ഇപ്പോഴെന്ന് ഇത് അഭിപ്രായത്തോട് മിസ്യൂസ് ചെയ്ത് പോയി. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചൂരൽ ഉപയോഗിക്കാം.
അത്യാവശ്യ ഘട്ടത്തിന് വെറുതെ യൂസ് ചെയ്യരുത്. അത്യാവശ്യ ഘട്ടത്തിന് കാരണം കറക്റ്റ് ടൈമിന് സ്കൂളിൽ വരുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിന് പഠന കാര്യങ്ങൾക്കോ അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ചൂരൽ ഉപയോഗിക്കാം. നല്ലതാ, അത് വേണം. പേടിയാണ് ടീച്ചർമാരെ ഓരോരുത്തർക്കും. എല്ലാവർക്കും ടീച്ചർമാരെ പേടിയാണ്, ഇല്ലെങ്കിൽ പഠിക്കത്തില്ല. ചില പിള്ളേരാണെങ്കിൽ ടീച്ചർമാർ ചൂരലെടുത്താലും പഠിക്കത്തില്ല, കുസൃതി കാണിച്ചുകൊണ്ട് നടക്കുന്നവരും ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ചൂരൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പിള്ളേരും പല ലഹരിക്കും അടിമയാണ്. അത് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ 5ാം ക്ലാസ്സിന് ശേഷമുള്ള പിള്ളേർ വരെ ലഹരിക്ക് അടിമയാകുന്നുണ്ട്. ഇത് നമ്മൾ ലൈവിൽ കാണുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർക്ക് ചൂരൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്.